ഇപ്പോൾ നടക്കുന്ന വലിയൊരു ചർച്ചയാണ് ഈ 75 വയസ്സ് കഴിയുന്ന മോദി വിരമിക്കുമോ എന്നുള്ളത്. സാർ ഇതെങ്ങനെയാണ് കാണുന്നത്? ഈ ഒന്ന് ഇപ്പോൾ ഈ വരുന്ന സെപ്റ്റംബറിൽ നരേന്ദ്രമോദിക്ക് 75 വയസ്സ് തികയും. കൂടാതെ ഡോക്ടർ മോഹൻ ഭാഗവതിനും 75 വയസ്സ് തികയും. അദ്ദേഹം അറിയാലോ RSSൻ്റെ തലവനാണ്. അപ്പോൾ അദ്ദേഹത്തിനും കൂടി 75 വയസ്സ് തികയും. പക്ഷേ RSSൽ അങ്ങനെ 75 വയസ്സ് തികയുമ്പോൾ വിരമിക്കണമെന്നൊന്നുമില്ല. കാരണം അവർക്ക് തോന്നുമ്പോഴോ അല്ലെങ്കിൽ ജീവിതകാലം മുഴുവനോ ഇരിക്കാനുള്ളൊരു പദവിയാണിത്. പലപ്പോഴും അടുത്ത ആളെ ആക്കുന്നത് പോലും അവരുടെ നാമനിർദ്ദേശത്തിനനുസരിച്ചാണ്. പക്ഷേ BJPയിൽ അങ്ങനെയല്ല. BJPയിൽ ഈ വെടി പൊട്ടിച്ചത് ഷിബിലിക്കൊക്കെ ഓർമ്മയുണ്ടാവും. യഥാർത്ഥത്തിൽ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ അരവിന്ദ് കെജ്രിവാളാണ്. അതായത് 75 വയസ്സ് കഴിയുമ്പോൾ മോദി ഒഴിയുമോ, അമിത്ഷാ പ്രധാനമന്ത്രിയാകുമോ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ച് നമുക്ക് ഓർമ്മയുണ്ടാവും. അതിൻ്റെ കാരണം ഈ LK അദ്വാനിയെയും മുരളി മനോഹർ ജോഷിയെയും പോലെയുള്ള നേതാക്കളെ വെട്ടുന്നതിന് വേണ്ടി ഒരു നിർദ്ദേശക മണ്ഡലം ഉണ്ടാക്കുകയും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് പല കാര്യങ്ങളൊക്കെ നിർദ്ദേശിക്കാം എന്നുള്ളതിലൊക്കെ ഒരു മണ്ഡലം ഉണ്ടാക്കുകയൊക്കെ ചെയ്തു. 75 വയസ്സ് കഴിഞ്ഞവർ ഒഴിയണം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദങ്ങളൊക്കെ വരുന്നത്. പക്ഷേ ഇപ്പോൾ ഇത് പൊടുന്നനെ കത്താനും നാഷണൽ മീഡിയകളിലൊക്കെ തന്നെ വാർത്തയാകാനുമുള്ള കാരണം RSSൻ്റെ ചീഫായിട്ടുള്ള കാര്യമായിട്ടുള്ള സർസംഘചാലകമായിട്ടുള്ള ഡോക്ടർ മോഹൻ ഭഗവത് തന്നെ കഴിഞ്ഞ തവണ ഒരു പ്രോഗ്രാമിൽ, ആ പ്രോഗ്രാം ഒരു പുസ്തകത്തിൻ്റെ പ്രകാശന ചടങ്ങായിരുന്നു. ആ പ്രകാശന ചടങ്ങ് എന്ന് പറഞ്ഞാൽ മൊറോപാന്ത് പിംഗ്ലെ എന്ന് പറയുന്ന വലിയൊരു RSS നേതാവുണ്ട്. ആ RSS നേതാവിനെ കുറിച്ചൊരു ബുക്ക് എഴുതിയിരുന്നു. ആ മൊറോപാന്ത് പിംഗ്ലെ ദ ആർക്കിടെക്ട് ഓഫ് ഹിന്ദു റിസർജൻസ് എന്ന് പറഞ്ഞ ബുക്കാണ്. ആ ബുക്ക് എഴുതിയിട്ടുള്ളത് 2 പേരാണ്. ഒന്ന് മന്ദർ മറോണി എന്ന് പറയുന്ന ഒരു ആളും അതുപോലെ പ്രാഞ്ജലി ഖാനെ എന്ന് പറയുന്ന 2 പേരും കൂടി എഴുതിയിട്ടുള്ള ഒരു ബുക്കാണ്. ആ ബുക്കിൻ്റെ പ്രകാശന വേളയിൽ വെച്ചിട്ട് ഈ നമ്മുടെ ഡോക്ടർ മോഹൻ ഭഗവത്താണ് അത് പ്രകാശിപ്പിച്ചത്. അന്നേരം അദ്ദേഹം ഈ പിംഗ്ലെ കോട്ട് ചെയ്തുകൊണ്ട് പറഞ്ഞൊരു കാര്യം, പിംഗ്ലെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ ഒരു കാര്യം, 75 വയസ്സ് തികയുമ്പോൾ 75 വയസ്സ് തികഞ്ഞതുമായി ബന്ധപ്പെട്ട് ആളുകൾ നമ്മളെ ഷോൾ അണിയിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം സൈഡിലേക്ക് മാറിയിരിക്കാൻ സമയമായി, പുതിയ ആളുകൾ വരട്ടെ എന്നാണ് അതിൻ്റെ കാര്യം എന്ന് പറഞ്ഞാൽ അദ്ദേഹം കൃത്യമായി ഇനി സ്വന്തം റിട്ടയർമെൻ്റ് ആണോ അതോ മോദിയുടെ റിട്ടയർമെൻ്റ് ആണോ ഉദ്ദേശിച്ചതെന്നൊക്കെയുള്ള വലിയ ചർച്ചയുണ്ട്. പക്ഷേ ഏതാണ്ട് എല്ലാവർക്കും തന്നെ ഉറപ്പാണ് ഡോക്ടർ മോഹൻ ഭാഗവത് ഉദ്ദേശിച്ചേക്കുന്നത് മോദിയുടെ റിട്ടയർമെൻറ്റ് ചെയ്യണം എന്ന് തന്നെയാണ് നമുക്കതിൽ നിന്ന് വായിച്ചെടുക്കാൻ കഴിയുക. സാർ ഇപ്പം ഇവിടെ പറഞ്ഞു മോദി മാറണമെന്നാണ് മോഹൻ ഭഗവത് ഉദ്ദേശിച്ചത് എന്നുള്ളത്. എന്തുകൊണ്ടായിരിക്കും മോദി മാറണമെന്ന് അവർ ആഗ്രഹിക്കുന്നത്? മോദി മാറണം എന്ന് ആഗ്രഹിക്കുന്നത് RSS മുഴുവനായിട്ടും ആഗ്രഹിക്കുന്നുണ്ടോ എന്നുള്ളത് സംശയമുള്ളൊരു കാര്യമാണ്. എന്ന് പറഞ്ഞാൽ പഴയ കാലത്ത് ഇപ്പോൾ സുദർശൻജിയുടെയൊക്കെ RSSൽ ഒറ്റ RSS ഏകമാനമായ അഭിപ്രായം അങ്ങനെയൊന്നുമുള്ള RSS അല്ല ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ കാരണം അവരുടെ രാഷ്ട്രീയ പൊളിറ്റിക്കൽ വിങ്ങായിട്ടുള്ള BJP എന്ന് പറയുന്നത് വലിയ തോതിൽ അപ്രമാദിത്വം നേടുകയും വലിയ തോതിലുള്ള ഒരു അധികാര സ്ഥിരാകേന്ദ്രമായി മാറുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തൊട്ട് രണ്ടാമനായിട്ടുള്ള ദത്താത്രേയ ഹൊസബളയെ നിങ്ങൾക്ക് എല്ലാവർക്കും ഓർമ്മയുണ്ടാവും മലയാളികൾക്ക്. കാരണം അദ്ദേഹത്തെ കാണാനാണ് നമ്മുടെ MR അജിത് കുമാറൊക്കെ പോയിരുന്നത്. അപ്പോൾ ആ ദത്താത്രേയ ഹൊസബളെ അദ്ദേഹമൊക്കെ മോദിയുമായിട്ട് വളരെ അടുത്ത് നിൽക്കുന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് ഇത് യഥാർത്ഥത്തിൽ RSSൻ്റെ അഭിപ്രായം അല്ലെങ്കിൽ പോലും ഷിബിലി ഇത് മോഹൻ ഭഗവതിൻ്റെ അഭിപ്രായമാണ്. അത് കൃത്യമായിട്ട് ഡോക്ടർ മോഹൻ ഭഗവതിൻ്റെ കൂടെ നിൽക്കുന്നവരുടെയും ഒരു കൃത്യമായിട്ടുള്ള അഭിപ്രായമാണ്. അപ്പം അടുത്ത ചോദ്യം, എന്തുകൊണ്ടാണ് ഈ അഭിപ്രായം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതിൽ ഒരു 2-3 കാരണങ്ങളുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പലപ്പോഴും RSSൻ്റെ ഒരു ഐഡിയോളജി എന്ന് പറയുന്നത് നേഷൻ ഫസ്റ്റ് എന്നാണ്. പലപ്പോഴും അടുത്തത് പാർട്ടിയാണ് സെക്കൻഡ്, രണ്ടാമത്തെ ലാസ്റ്റായിട്ട് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ ഈ പറയുന്ന വ്യക്തി വരുന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ളൊരു രീതിയിൽ നിന്ന് മാറിക്കൊണ്ട് നമുക്കറിയാം മോദിയാണല്ല എന്ന് പറയുന്ന ഒരു രീതിയിലേക്ക് BJPയും അതുപോലെ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയവും ഒക്കെ തന്നെ വന്നിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ മോദി ഗ്യാരണ്ടിയാണ്, മോദിയുടെ ഇമേജാണ്, മോദിയാണ് എല്ലാ സംസ്ഥാനങ്ങളിലും തന്നെ തെരഞ്ഞെടുപ്പ് നയിക്കുന്നത്, മോദിക്ക് വേണ്ടിയാണ് നമ്മൾ വോട്ട് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ള തരത്തിൽ എല്ലാ തരത്തിലും ഈ പറയുന്ന പോലെ മോദിയുടെ ഒരു ഇമേജ് എന്ത് ചെയ്തിട്ടുണ്ട്, പിടിമുറുക്കിയിട്ടുണ്ട്. അപ്പോൾ അത് RSSന് അത്രത്തോളമൊന്നും സ്വീകാര്യമായിട്ടുള്ള ഒരു കാര്യമല്ല. അതായത് മോദി ഫസ്റ്റ്, കൃത്യമായി പറഞ്ഞാൽ ഇപ്പം നമ്മുടെ നാഷണൽ മീഡിയ ഒക്കെ പറയുന്ന പോലെ മോദി ഫസ്റ്റ്, മോദി നെക്സ്റ്റ്, പിന്നെ മോദി ലാസ്റ്റ് എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് BJPയുടെ എല്ലാ അജണ്ടകളും ഒരുങ്ങിയിട്ടുണ്ട്. അപ്പം അത്തരത്തിൽ അങ്ങനെ ഒരു മോദി എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മുകളിൽ പ്രതിഷ്ഠിക്കുന്നതിനോട് ഐഡിയോളജിക്കലി തന്നെ RSSന് യോജിക്കാൻ
കഴിയില്ല. കാരണം ഇപ്പൊ RSSന്റെ പല നേതാക്കളും, ഇപ്പൊ ഡോക്ടർ മോഹൻ ഭാഗവത് ആണെങ്കിലും മറ്റു സുദർശൻജി ആണെങ്കിലും മറ്റു പല ആളുകളൊക്കെ ആണെങ്കിൽ തന്നെ അവരൊന്നും തന്നെ ഇത്തരത്തിൽ ഫോർ ഫ്രണ്ടിലേക്ക് വന്ന് നിന്നവരല്ല. പകരം അവർ RSSന്റെ ഐഡിയോളജിയാണ് മുന്നോട്ട് വെച്ചിരുന്നത്. പക്ഷേ ലോകത്തെല്ലായിടത്തും തന്നെ ഇത്തരത്തിൽ വലിയ തോതിൽ ഐഡിയോളജിക്കൽ ബേസ് ഉണ്ടായി കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു നേതാവ് അതിനെല്ലാത്തിനെയും ഹൈജാക്ക് ചെയ്യാറുണ്ട്. ഇപ്പം അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, 2018 മുതൽ 2024 വരെയുള്ള ഒരു ചരിത്രം എടുത്തു വെച്ച് നമ്മൾ നോക്കുമ്പോൾ, ഇപ്പോൾ 2014 മോദി അധികാരത്തിലേക്ക് കയറുന്നു. 14-ലും 15-ലും 16-ലും ഒക്കെ തന്നെ RSSുമായിട്ടുള്ള ബന്ധം വളരെ ഊഷ്മളമായി നിലനിന്നിരുന്നു, അല്ലെങ്കിൽ ഒരു ഏറെക്കുറെ കുഴപ്പമില്ലാതെ അങ്ങോട്ട് പോയിരുന്നു. പക്ഷേ 2018-ഉം 2019-ഉം 2023 ഒക്കെ വരെ വരുമ്പോൾ, അല്ലെങ്കിൽ 2023 വരെയുള്ള ഒരു കാലഘട്ടം എന്ന് പറയുന്നത്, ഷിബിലിക്കൊക്കെ ഓർമ്മയുണ്ടാവും, RSSന് ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറയുന്ന ഒരു ടോണിലേക്ക് BJP ഒക്കെ എത്തിയായിരുന്നു. ഒരു സുപ്രഭാതത്തിൽ ദ ന്യൂ ഇന്ത്യ എക്സ്പ്രസിൽ കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ നമുക്കെല്ലാം ഓർമ്മയുണ്ടാവും, ഈ പറയുന്ന അന്നത്തെ BJPയുടെ നാഷണൽ പ്രസിഡന്റും ഇപ്പോൾ മോദി മന്ത്രിസഭയിൽ അംഗവുമായിട്ടുള്ള JP നഡ്ഡ തന്നെ ഇന്ത്യൻ എക്സ്പ്രസിന് കൊടുത്തിട്ടുള്ള ഒരു ഇന്റർവ്യൂവിൽ അദ്ദേഹം വിശദമായി പറഞ്ഞിരുന്നു, നേരത്തെ ഞങ്ങൾക്ക് RSSനെ കൂടുതലായിട്ട് ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നിരുന്നു. റൈറ്റ് നൗ വി ആർ കേപ്പബിൾ എനഫ് ടു സ്റ്റാൻഡ് വിത്ത് അവർ ഓൺ ലെഗ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കാലുകളിൽ നിവർന്നു നിൽക്കാനായിട്ടുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട് എന്ന് കൃത്യമായി പറയുകയും ഇനി RSSനെ അത്രത്തോളം ഒന്നും ഡിപ്പെൻഡ് ചെയ്യേണ്ടതില്ല എന്ന് പറയുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ ഈ മോഹൻ ഭാഗവതിനെ ചെന്ന് കാണാനൊന്നും നരേന്ദ്രമോദി തയ്യാറായിരുന്നില്ല. കാരണം നരേന്ദ്രമോദി പലപ്പോഴും കാണാൻ തയ്യാറായിരുന്നില്ലെന്ന് മാത്രമല്ല, ഞാൻ RSSൽ ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്നിപ്പോൾ നിങ്ങളുടെ പൊസിഷനിൽ ഞാൻ ഇരിക്കേണ്ടതായിരുന്നു എന്ന് പറയുന്ന വാചകം വരെ മോദി പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മുടെ അറിവ്. അപ്പോൾ അത്തരത്തിൽ വലിയ തോതിലുള്ള ഒരു അകൽച്ച ഇവർ തമ്മിൽ കൃത്യമായിട്ട് ഉണ്ടായിരുന്നു. ആ ഉണ്ടായിരുന്ന അകൽച്ചയെ കൊണ്ട് തന്നെ 2024 വന്നപ്പോഴേക്കും പിന്നെ മോദിക്ക് ഒരു നിവൃത്തിയില്ലാത്ത അവസ്ഥയിലേക്ക് എത്തിയിരുന്നു. കാരണം 2024 നമുക്കറിയാലോ 60ഓളം സീറ്റുകൾ കുറഞ്ഞ് BJPയുടെ സീറ്റുകൾ 240ലേക്ക് എത്തുകയും തീർച്ചയായിട്ടും അടുത്ത സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ RSSന്റെ ഒരു സഹായം വേണ്ടി വരികയും ചെയ്തൊരു കാലം നമുക്കറിയാം. അപ്പം അന്നും നമുക്ക് ഓർമ്മയുണ്ടാവും, ഈ മോദി 3.0യെ കുറിച്ച് വിമർശിച്ചുകൊണ്ട് രാം മാധവൊക്കെ ലേഖനം എഴുതുന്നുണ്ട്. മോഹൻ ഭഗവത് മണിപ്പൂരിലെ സംഘർഷം ഇല്ലാതാക്കുന്നതിൽ പരാജയപ്പെട്ടതിനെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ തന്നെ അവർ ആ അവസരങ്ങളിൽ വലിയ തോതിൽ മോദിക്കെതിരെ ആഞ്ഞടിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് നമുക്കറിയാം, സംസ്ഥാന തെരഞ്ഞെടുപ്പുകളിലെ ഇലക്ഷൻ റിസൾട്ട് വന്നതോടെ മോദി വീണ്ടും കരുത്തനാവുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ഗ്യാപ്പ് ഇതിലേക്ക് വേണ്ടി കൃത്യമായിട്ട് നയിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് രണ്ടാമത്തെ കാരണം. മൂന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, RSSന്റെ ബന്ധമുള്ള RSSന്റെ ഐഡിയോളജികളിലൂടെ ശാഖകളിലൂടെ വളർന്നിട്ടുള്ള നിരവധി നേതാക്കന്മാരുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് നിതിൻ ഗഡ്കരി സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. അതുപോലെ തന്നെ ഈ പറയുന്ന പോലെ ദേവേന്ദ്ര ഫഡ്നാവിസ് മഹാരാഷ്ട്ര മുഖ്യമന്ത്രിയാണ് നമുക്കറിയാം. പക്ഷെ അദ്ദേഹം പോലും കഴിഞ്ഞ തവണ ഇതിനു മുമ്പുണ്ടായ തെരഞ്ഞെടുപ്പുകളിലൊക്കെ അദ്ദേഹത്തിന് പല പദവികളും കൃത്യമായി കിട്ടിക്കൊണ്ടിരുന്നതാണെങ്കിൽ ഇപ്പോൾ BJPക്കകത്ത് തന്നെ വലിയ തോതിൽ ഫൈറ്റ് ചെയ്തിട്ടാണ് ദേവേന്ദ്ര ഫഡ്നാവിസ് ഒക്കെ നിലനിൽക്കുന്നത്. അതേസമയം തന്നെ കോൺഗ്രസിൽ നിന്ന് അങ്ങോട്ട് ചെന്ന നേതാക്കന്മാരുണ്ടല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് ഹിമന്ത ബിശ്വ ശർമ്മ ആസാമിലെ മുഖ്യമന്ത്രിയാണ്. അത് BJPക്കകത്ത് വലിയ തോതിൽ പ്രാമുഖ്യം കിട്ടുകയും BJPയുടെ നാവായി മാറുകയൊക്കെ ചെയ്തു. അശ്വനി വൈഷ്ണവ് ഇതുപോലുള്ള ആളാണ്. ഇനി നമുക്ക് കേരളത്തിലേക്ക് പോലും നോക്കിയാൽ ഈ കാര്യം കാണാം. കാരണം കേരളത്തിൽ പോലും RSSനകത്ത് ഈ പറയുന്ന ഒരു സെക്രട്ടറിയെ, BJPക്കകത്ത് ഒരു സെക്രട്ടറി RSS കൊടുക്കുമായിരുന്നു സംഘടനാ കാര്യങ്ങൾ മൊത്തം നോക്കാൻ. പക്ഷെ ഇപ്പോൾ കുറേ നാളുകളായിട്ട് ആ പോസ്റ്റ് ഒഴിഞ്ഞു കിടക്കുകയാണ്. അതായത് BJPക്കും ഇപ്പോൾ വേണമെന്നില്ല എന്ന് നിർബന്ധം പിടിക്കുന്നില്ല BJP പോലും. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ലെവലുകളിലേക്ക് BJP ഈ പറയുന്ന പോലെ ഇവരുടെ തമ്മിലുള്ള അകൽച്ച മാറിയിരിക്കുന്നു എന്നുള്ളതാണ് അടുത്ത കാര്യം. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അത് സംഘപരിവാറിനും അതുപോലെ തന്നെ RSSനും ഒക്കെ തന്നെ അവർ കറപ്ഷനെതിരായിരുന്നു. നമുക്കറിയാലോ, അണ്ണാ ഹസാരെയൊക്കെ സമരം ചെയ്യുമ്പോൾ പോലും RSS തന്നെ ബാക്ക് ചെയ്തതും ഇന്ദിരാഗാന്ധിക്കെതിരെ ചില നിലപാടുകൾ ഏറ്റവും ഒടുവിലെടുത്തതൊക്കെ ആ കറപ്ഷനുമായിട്ടൊക്കെ ബന്ധപ്പെട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള കറപ്ഷൻ ഒന്നും ഒഴിവാക്കാനായിട്ട് നരേന്ദ്രമോദിക്കോ BJP ഭരണത്തിനോ കഴിഞ്ഞില്ല എന്ന് പറയുന്ന വലിയൊരു അസംതൃപ്തി കൂടി അവരിൽ ഉണ്ട്. എന്ന് പറഞ്ഞാൽ അവരുടെ അടുത്തുള്ള ആളുകളെല്ലാം ക്ലീൻ ആണെന്നുള്ളതല്ല, അവരിൽ നിന്ന് പല ആളുകളും BJPയിലേക്ക് വന്നിട്ട് അവർ കറപ്റ്റഡായി മാറിയിട്ടുണ്ട്. പക്ഷേ ഇത്തരത്തിൽ BJPക്ക് അതൊന്നും ഒഴിവാക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. ഇതിൻ്റെ കൂടെയാണ് നമ്മൾ അടുത്ത ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിന്റ് കൂടി കണ്ടത്. അതാണ് ഇതിൽ ഏറ്റവും പിവട്ടലായിട്ടുള്ള പോയിന്റ്. നമുക്കൊക്കെ അറിയാലോ ഷിബിലി, ഇപ്പോൾ ആപ്പിൾ എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് വളരെ സക്സസ്ഫുള്ളി ലോഞ്ച് ചെയ്തു.
പക്ഷെ ഇപ്പം നമുക്കറിയാം ആപ്പിളിൻ്റെ ആ അപ്രമാദിത്വം ഇടക്ക് താഴ്ന്നിട്ടുണ്ട്. കാരണം സാംസങ് എന്ത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അടിച്ച് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അത്തരത്തിൽ ഒരു നോക്കിയ ബ്രാൻഡ് എങ്ങനെയായിരുന്നു എന്നാൽ ഇന്ത്യയിലെ തന്നെ ഏതാണ്ട് 48%, ഒരിടക്ക് 70% വരെയൊക്കെ അവരായിരുന്നു ഹാൻഡിൽ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ബ്രാൻഡുകൾക്ക് പലപ്പോഴും ഒരു മാക്സിമം ഉയർച്ചയും അതിൻ്റെ താഴ്ചയും ഒക്കെ ഉണ്ടാകാം. അപ്പം നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരു ബ്രാൻഡ് ഗുജറാത്തിൽ മുഖ്യമന്ത്രിയാകുന്നു. അതിനുശേഷം നമുക്കറിയാം 2014 പ്രധാനമന്ത്രിയാകുന്നു. 282 സീറ്റുകളുമായി അധികാരത്തിലേക്ക് വരുന്നു. പിന്നീട് 303 സീറ്റുകളായിട്ട് അത് വർദ്ധിക്കുന്നു. അത് നമ്മൾ എടുത്തു നോക്കിയാൽ കാണാം, ആ സമയത്ത് തന്നെ BJPയുടെ വോട്ട് ഷെയർ വലിയ തോതിൽ വർദ്ധിക്കുന്നുണ്ട്. ഏതാണ്ട് 4-5 കോടിയോളം എന്ത് ചെയ്യുന്നുണ്ട്, BJPയുടെ വോട്ടുകളുടെ നമ്പറിൽ തന്നെ വലിയ തോതിൽ വർധനവ് ഉണ്ടാകുന്നുണ്ട്. ആ 2014 കഴിഞ്ഞ് 2019 വരുമ്പോൾ നമ്മൾ എന്താ 2019 വരുമ്പോൾ വലിയ വർധനവ് ഉണ്ടാകുന്നുണ്ട്. ഇതുപോലെ 5 കോടിയുടെ ഒക്കെ വർധനവ് ഉണ്ടാകുന്നുണ്ട്, 6% വർധനവ് ഉണ്ടാകുന്നുണ്ട്. പക്ഷെ അതിനുശേഷം നമ്മൾ 2024 വരുമ്പോൾ എന്താ കാണുന്നത്, യഥാർത്ഥത്തിൽ പെർസെൻറ്റേജിൽ 1% വോട്ടുകൾ കുറയുകയാണ് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഏതാണ്ട് 1 കോടിയോളം വരുന്ന വോട്ടുകളിൽ അപ്പോഴും വർധന ഉണ്ടായി. പക്ഷേ കൂടിയ വോട്ടുകളിൽ മഹാഭൂരിപക്ഷവും അപ്പോൾ ആർക്ക് കിട്ടിയില്ല, BJPക്ക് കിട്ടിയില്ല. എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയുടെ ഇമേജിന് വലിയ കോട്ടം സംഭവിക്കുന്നു എന്നാണ് RSS കണക്ക് കൂട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു റിവൈവ്ഡ് ആയിട്ടുള്ള, വളരെ റിഫ്രഷ്ഡ് ആയിട്ടുള്ള, വളരെ ഈ പറയുന്ന പോലെ ഒരു പുതിയ മുഖവുമായി മാത്രമേ അടുത്ത 2029 തെരഞ്ഞെടുപ്പിന് നേരിടാൻ കഴിയൂ എന്നുകൂടി RSS വിചാരിക്കുന്നത് കൊണ്ടാണ് കൃത്യമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു നിലപാടുകളിലേക്ക് എത്തുന്നത്. പിന്നെ ഇതിനെ മറ്റ് രാഷ്ട്രീയക്കാരൊക്കെ കാണുന്നത് കുറച്ച് രസകരമായിട്ടാണ്. ഇപ്പോൾ പവൻ ഖേര പറഞ്ഞിട്ടുള്ളൊരു കമൻ്റുണ്ട്. അതായത് ഈ പറയുന്ന മോഹൻ ഭഗവത് ഈ നമ്മുടെ പുസ്തകത്തിൻ്റെ പ്രകാശന വേളയിൽ ഇത് പറഞ്ഞ ഉടനെ തന്നെ മോഹൻ ഖേര പറഞ്ഞിട്ടുള്ളത്, നിങ്ങൾക്ക് 2 പേർക്കും ബാഗ് എടുത്ത് പുറപ്പെടാനുള്ള സമയമായി, എന്നിട്ട് നിങ്ങൾക്ക് 2 പേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഉപദേശിക്കാം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതുപോലെ സഞ്ജയ് റാവത്ത് പറഞ്ഞിട്ടുള്ളത്, കഴിഞ്ഞ 10-11 കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഏതാണ്ട് RSSന്റെ കാര്യാലയത്തിൽ മോദി ഈ അടുത്തിടെ ചെല്ലുകയും അതുപോലെ മോഹൻ ഭഗവത്തിനെ കാണുകയും ചെയ്തു. അത് മോദി ഉടനെ തന്നെ രാജിവെക്കാൻ പോകുന്നു, ഞങ്ങൾ രാജിവെക്കാമെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ചെന്നത് എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ കൊണ്ടാണ് ഷിവ്ലി ഇത് വലിയ തോതിൽ ഇപ്പോൾ നാഷണൽ മീഡിയകളിലെല്ലാം തന്നെ ചർച്ചയാകുന്നത്. ചില ആളുകളുടെ മറ്റൊരു നരേഷൻ കൂടിയുണ്ട്. കാരണം ഇത് മോദിക്കെതിരെ എന്തിനാണ് മോദിക്ക് മാത്രം ഇത്ര എക്സെപ്ഷൻ കൊടുക്കുന്നതെന്നുള്ള വലിയ ചോദ്യങ്ങൾ ഉയർന്നു വന്നേക്കാം. പക്ഷെ അതുകൊണ്ട് തന്നെ ഈ പറയുന്ന പോലെ അതൊന്ന് അമർത്തി വെക്കാൻ വേണ്ടിയിട്ട് കൂടിയാണ്, അല്ലെങ്കിൽ അതെല്ലാം ഞാൻ കെയർ ചെയ്യുന്നുണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ട് കൂടിയാണ് മോഹൻ ഭാഗവത് ഇത്തരത്തിലുള്ള വാചകം നടത്തിയത്. പക്ഷേ ഞാൻ വിചാരിക്കുന്നില്ല മോഹൻ ഭാഗവതിനെ സംബന്ധിച്ചിടത്തോളം, RSSന് മുഴുവനായിട്ടും പോലും ഞാൻ പറയുന്നില്ല, മോഹൻ ഭാഗവതിനെ സംബന്ധിച്ചിടത്തോളം നരേന്ദ്രമോദി മാറിയാൽ കൊള്ളാമെന്നുണ്ട്, ഒരു സംശയമില്ല. ഇപ്പോൾ ഇന്ത്യ മൊത്തം അറിയപ്പെടുന്ന ഒരു ഫിഗറാണെന്ന രീതിയിലാണ് മോദി എല്ലാവരും വാഴ്ത്തുന്നത്. അപ്പം ഇങ്ങനത്തെ സാഹചര്യത്തിൽ മോദിയെ ഒറ്റയടിക്ക് മാറ്റാൻ പറ്റുമോ? അല്ല, RSS വിചാരിച്ചാൽ പോലും മോദി അങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. കാരണം മോദി അതിനേക്കാളൊക്കെ കരുത്തനാണ്. ഞാൻ നേരത്തെ തന്നെ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, RSSന്റെ ഈ സിസ്റ്റം അനുസരിച്ച് ഒരു രാഷ്ട്രീയ പാർട്ടിയെ കയ്യിൽ ഒതുക്കുക എന്ന് പറയുന്നത് അത്രമാത്രം പ്രായോഗികമല്ല. ആ പാർട്ടി വളർന്നു കഴിയുമ്പോൾ യഥാർത്ഥത്തിൽ BJPയും മോദിയും ഒക്കെ തന്നെ RSSനേക്കാൾ വലിയ തോതിൽ ഇന്ത്യയിൽ വളർന്നു കഴിഞ്ഞു. കാരണം RSSകാരായിട്ടുള്ള ആളുകൾ മാത്രമൊന്നുമല്ല മോദിയെ സപ്പോർട്ട് ചെയ്തത്. മോദിയെ ഇപ്പോൾ കേരളത്തിൽ പോലും കഴിഞ്ഞ തവണ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ കാലത്ത്, ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു സർവേ നടത്തിയപ്പോൾ കണ്ടെത്തിയത് 32-34% പേർ മോദി പ്രധാനമന്ത്രിയാകാൻ ആഗ്രഹിക്കുന്നു എന്നാണ്. അപ്പോൾ അത്തരത്തിൽ വലിയ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫിഗറായി മോദി വലിയ തോതിൽ ഉയർന്നു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം, അധികാരം ആരുടെ കയ്യിലാണോ ആ കൈകളിലേക്ക് പാർട്ടിയും ബാക്കിയുള്ള സംഘടനകളുമൊക്കെ എല്ലാ ലോകത്തെവിടെയും ചുരുങ്ങും. അത്തരത്തിൽ ചുരുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് RSS വിചാരിച്ചാലൊന്നും മോദിയെ മാറ്റാൻ കഴിയില്ല. RSSന്റെ ഇപ്പോൾ മോഹൻ ഭഗവത് പറഞ്ഞാൽ മോദി നാളെ രാവിലെ രാജിയൊന്നും എഴുതി കൊടുക്കുന്ന അവസ്ഥയിലല്ല കാര്യങ്ങൾ. പക്ഷെ തീർച്ചയായിട്ടും ഇത് മോദി തന്നെ വിചാരിച്ച് മോദി തന്നെ പടിയിറങ്ങിയാൽ മാത്രമേ അത് സംഭവിക്കൂ എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് 75ാമത്തെ വയസ്സായതുകൊണ്ട് ഇപ്പോൾ അടുത്ത സെപ്റ്റംബർ കഴിയുമ്പോൾ തന്നെ മോദി ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഇൻ ദ ലോങ് റൺ സ്വാഭാവികമായിട്ടും ചിലപ്പോൾ യോഗി ആദിത്യനാഥോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആളുകളോ ഒക്കെ തന്നെ BJPയെ നയിക്കാമെന്നാണ് നമ്മൾ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം BJPയുടെ നാൾവഴികൾ അനുസരിച്ച് ഇപ്പോൾ ഹരിയാനയിൽ തന്നെ ഒരു മുഖ്യമന്ത്രിയെ മാറ്റിയിട്ടാണ് സൈനിയെ കൊണ്ടുവന്ന് വെച്ചത്. അപ്പോൾ അതുപോലെ അവർക്ക് ജയിക്കാൻ കഴിയാവുന്ന ഫിഗർ ഏതാണോ ആ ഫിഗറിനെ അവർ കൊണ്ടുവന്ന് വെക്കും. താൽക്കാലികമായി മോദിയെ മാറ്റാൻ ആർക്കും തന്നെ കഴിയില്ല, മോദിക്കല്ലാതെ.